ഇപ്പോൾ സമയം രാവിലെ 7:30 കേട്ടോ. ഈ സമയമായപ്പോഴേക്കും എൻ്റെ അടുക്കളയിലത്തെ എല്ലാ പണികളും തീരും കേട്ടോ. ചോറും കറിയും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ കൊഴുക്കട്ട ഉണ്ടായത് കാരണം മോൾക്ക് അതാണ് കേട്ടോ കൊടുത്തയച്ചത്. പക്ഷെ മോനത് പറ്റില്ല. അത് കാരണം മോന് പുട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നോക്കിയപ്പോഴും പിള്ളേർ എണീറ്റിട്ടുണ്ടായിരുന്നില്ല. രണ്ടാളും നല്ല ഉറക്കം. അപ്പോൾ പിന്നെ അവർ എണീക്കുന്നത് വരെയുള്ള സമയം എനിക്ക് പിന്നെയും ബാക്കി കിടക്കുന്നുണ്ട്. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ വേഗം ഒന്ന് അടിച്ച് തുടച്ചൊക്കെ ഇടാമെന്ന് വിചാരിച്ച് വേഗം അടിക്കാനായിട്ട് നിന്നു കേട്ടോ. വേഗം തുടച്ചിടലും കഴിച്ചു കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ അപ്പം എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇങ്ങനെ ടൈം മാനേജ് ചെയ്തും കൊണ്ട് പോകുന്നതെന്നുള്ളത്. എനിക്ക് ആകെ പറഞ്ഞു തരാനുള്ളൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ രാവിലെ നേരത്തെ എണീക്കുക എന്നുള്ളതാണ്. രാവിലെ നമ്മൾ നേരത്തെ എണീക്കുകയാണെങ്കിൽ തന്നെ നമ്മളുടെ അടുക്കളപ്പണി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പിന്നെ ഫ്രീ ടൈം കിട്ടും. ഞാനതാണ് പരമാവധി ഞാൻ ഫോളോ ചെയ്യുന്നൊരു രീതി എന്ന് പറയുന്നത്. രാവിലെ വേഗം അടുക്കളപ്പണി ഒരു 8 മണിക്കുള്ളിൽ എങ്ങനെ പോയാലും അടുക്കളപ്പണി തീർക്കാനായിട്ട് നോക്കാം. പക്ഷെ ചില വീടുകളിൽ അത് സാധ്യമാവില്ല. ഇപ്പോൾ രാവിലെ വെച്ചത് ഉച്ചയ്ക്ക് പറ്റില്ല, ഉച്ചയ്ക്ക് വെച്ചത് വൈകുന്നേരം പറ്റില്ല എന്നുള്ള വീടുകളിൽ നമുക്കത് സാധ്യമാവില്ല. പക്ഷെ ഇവിടെ അങ്ങനെ നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ രാവിലെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ചോറും കറിയും എല്ലാം അപ്പോൾ വൈകുന്നേരത്തേക്ക് വരെയുള്ള സാധനങ്ങൾ ഞാൻ അടുക്കളയിലത്തെ കാര്യങ്ങൾ ഞാൻ രാവിലെ തന്നെ റെഡിയാക്കി വയ്ക്കും. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് എനിക്കുള്ള സമയങ്ങളാണ്. അപ്പോൾ എനിക്ക് മക്കളെ നോക്കണം, അതുപോലെ പിന്നെ എക്സ്ട്രാ പണികൾ വേറെ ഉണ്ടാവും നമുക്ക്, ക്ലീനിങ് ആണെങ്കിലും അങ്ങനെയുള്ളതൊക്കെ. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് അടുക്കളപ്പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഒരു സമാധാനം പോലെയാണ്. പിന്നെ നമുക്ക് കിട്ടുന്നതൊക്കെ നമുക്ക് കിട്ടുന്ന ഫ്രീ ടൈമുകളായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ ആ ഫ്രീ ടൈം കിട്ടുന്ന സമയങ്ങളിലാണ് എനിക്കിങ്ങനെ എൻ്റേതായുള്ള കലാവിരുതുകൾക്കും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ടിരിക്കുന്നത്. ഞാനൊരു കമൻറ്റ് കണ്ടിരുന്നു, ഒരു ചോറും കറി ആകുമ്പോഴേക്കും 1 മണിയാവും എന്നുള്ളത്. അത് വെറുതെയാണ് കേട്ടോ. നമ്മൾ രാവിലെ എണീറ്റിട്ട് ഒരു ചോറും കറി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര നേരം വേണം ഒരു ചോറും കറി ഉണ്ടാക്കാൻ? കൂടി വന്നാൽ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ അങ്ങനെയൊക്കെയല്ലേ നമുക്ക് വീണ്ടും അടുക്കളയിൽ നിൽക്കാനായിട്ട്. കൂടി വന്ന ഒരു 2 മണിക്കൂർ പോട്ടെ. അപ്പോഴും നമ്മളൊരു 6 മണിക്ക് എണീറ്റാലും 8 മണിയാകുമ്പോഴേക്കും നമ്മൾ അടുക്കളയിലത്തെ പണികൾ നമുക്ക് തീർക്കാം. പക്ഷേ ഇതുപോലെ ഇങ്ങനത്തെ നിർബന്ധങ്ങളുള്ളവരുടെ വീട്ടിലത് നടക്കില്ല. അല്ലാത്തവർക്ക് അടുക്കളപ്പണി മാക്സിമം വേഗം കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടും കേട്ടോ.